ഏട്ടനോട് നല്ല പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ നല്ല ചപ്പാത്തി കൊണ്ടുവന്നു. അനുസരണാശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബീഫ് ഫ്രൈയും നല്ല ചപ്പാത്തിയും. ബീഫ് തലേന്നത്തതാണ്, അതൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ നെയ്യൊക്കെ ഒന്ന് വടിച്ചെടുത്ത് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. നല്ല ക്ഷമ വേണം കേട്ടോ, കാരണം അത് വറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുക ആളിയോ എന്നൊരു ഡൗട്ട് അടിച്ചു. പക്ഷെ പുക ആളിയിട്ടുണ്ടായിരുന്നില്ല, അതെൻ്റെ വെറും തോന്നലായിരുന്നു. അങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു കുക്കിംഗ്. വേറെ ഒന്നുമല്ല, ചപ്പാത്തിക്ക് ഇത്തിരി ഗ്രേവി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് സവാളയും കട്ട് ചെയ്തെടുത്ത് കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തു. നല്ല ചൂട് ബീഫ്, ഇങ്ങനെ നല്ല വെന്ത ബീഫ് മറ്റേ ചപ്പാത്തിയിൽ വെച്ച് കുറച്ച് സവാളയൊക്കെ എടുത്ത് പിന്നെ ആ ഗ്രേവിയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഒരു ഇങ്ങ് കഴിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നെ സ്വർഗം. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല കഴിച്ചത്, ഞാനും ഗീത്തും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. രാത്രി ഒരു 10-10:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ചോറൊക്കെ ഉണ്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഗീത്തും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ്, ബീഫൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മകൾ അതിൻ്റെ ചാറിങ്ങനെ തൊട്ട് നക്കുന്നുണ്ട്. ഇത് എനിക്ക് ഭ്രാന്തായതാണോ ഇവക്ക് ഭ്രാന്തായതാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവൾക്ക് മനസ്സിലായി ഇനിയും ആ പ്ലേറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ചാറും കൂടെ അമ്മ എടുത്ത് കമത്തുന്നുള്ളത്. അതുകൊണ്ട് അവൾ അതും കൊണ്ടുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ.